അസ്സലാമലൈക്കും. എന്തൊക്കെ വർത്താനം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അപ്പോൾ ഇത് കണ്ടില്ല ഞങ്ങൾ, ഇതിപ്പോൾ നമ്മളെ യാർഡക്ക് സാധനം ഇറക്കാൻ വേണ്ടി വന്ന ട്രെയിലറാണ്. ലോഡ് കൊടുക്കാനേ വന്നിരിക്കുന്നത്. ഇപ്പോൾ വെയ്റ്റ് ബ്രിഡ്ജിക്ക് വന്നതാണ് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഈ വെയ്റ്റ് ബ്രിഡ്ജിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്ഥിരം വെയിറ്റ് എടുക്കുന്നത്. ഇത് കണ്ടോ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ട്. അതുകൊണ്ടോ ഈ വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ വേണം ഇതിൻ്റെ ടയർ. ഇതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ എന്താണെന്നോ നമുക്ക് മെച്ചാണ്. നേരെ മറിച്ച് ഇതിൻ്റെ പുറത്താണ് ടയർ എന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ കണ്ടില്ലെങ്കിൽ ഓരോ ട്രെയിലറും ഇതുപോലെ വെയിറ്റ് എടുക്കണം. ഇതുപോലെ വീഡിയോ എടുത്തുകൊണ്ട് മുതലാളിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ മുതലാളിക്ക് കാണാനാണ്. ഇതാണോ രണ്ടാമത്തെ ട്രെയിലർ? ഇതാണല്ലേ, ഇത് നിങ്ങൾ നോക്കിയും അതിൻ്റെ ടയർ ഈ വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലല്ലേ കണ്ടോ. ഇപ്പോൾ ബാക്കിലത്തവും കണ്ടോളി, അതിപ്പോൾ വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലാണുള്ളത്, പുറത്തേക്ക് അങ്ങോട്ട് വന്നിട്ടില്ല കണ്ടോ. അതിൻ്റെ ബാക്കിൽ വേറൊരു കണ്ടെയ്നർ ഉണ്ട് വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെന്ന് വെച്ചാൽ ഓരോ ട്രെയിലർ നമ്മൾ ഉള്ളിൽ കയറ്റുമ്പോൾ അതിന് ബാക്കിൽ വേറെ വണ്ടികളുണ്ടാവും. ഒരുപാട് വണ്ടികൾ വരുന്നതല്ലേ വെയിറ്റ് എടുക്കാൻ. ഇത് കണ്ടോ, ഇതൊക്കെ ഈ വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ഇതിന് ടയർ വരുന്നത്. അതിനോട് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിരിക്കണം മുതലാളി. വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ ടയർ വരണം, പുറത്തൊരിക്കലും വരാൻ പാടില്ല എന്നുള്ളത്. അത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കണ്ടോ. ഈ വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എല്ലാ ടയറും. അതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ മുതലാളിക്ക് കറക്റ്റ് വ്യക്തമായിട്ട് കാണാം. ഇതുണ്ടോ, ഇത് നാലാമത്തെ ട്രെയിലറാണ് കണ്ടില്ലേ. ഇതും അതുപോലെ തന്നെയാണ് കണ്ടോ. പൈപ്പ് നല്ല വെയിറ്റുള്ള പൈപ്പുമാണ്. ഇത് കണ്ടോ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ്, വെയ്റ്റ് ബ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ടയർ വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.